ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 74-ാം ദിവസം. ജോഷുവ മോശയുടെ പിൻഗാമി. ഇന്നേ ദിവസം നമ്മൾ സംഖ്യയുടെ പുസ്തകം 27-ാം അധ്യായം, സംഖ്യയുടെ പുസ്തകം 28-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം, 112-ാം സങ്കീർത്തനം എന്നിവ വായിക്കുന്നു. അബാറിം മലയിലേക്ക് കയറി ഇസ്രായേല്യർക്ക് നൽകുന്ന ദേശം കാണുവാൻ മോശയ്ക്ക് കർത്താവ് അനുവാദം കൊടുക്കുന്നു. ജോഷുവയെ മോശയുടെ പിൻഗാമിയായി നിയമിക്കുന്നു. പുത്രന്മാരില്ലാതെ ഒരാൾ മരിച്ചാൽ പുത്രിമാർക്ക് അവകാശം നൽകണം എന്ന നിർദ്ദേശം ദൈവം നൽകുന്നു. ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ചാൽ അന്നും ഇന്നും അനുഗ്രഹമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ തിരുവചനം നമുക്ക് പ്രദാനം ചെയ്യുന്നു. സംഖ്യയുടെ പുസ്തകം 27-ാം അധ്യായം, പുത്രിമാരുടെ അവകാശം. ജോസഫിൻ്റെ മകൻ മനാസയുടെ കുടുംബങ്ങളിൽപ്പെട്ട മനാസയുടെ മകൻ മാഗീറിൻ്റെ പുത്രൻ ഗിലിയാദിൻ്റെ മകനായ ഹേഫറിൻ്റെ പുത്രൻ സെലോഫഹാദിൻ്റെ പുത്രിമാർ അടുത്തു വന്നു. അവൻ്റെ പുത്രിമാരുടെ പേരുകൾ ഇവയാണ്: മഹല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ. അവർ സമാഗമ കൂടാരവാതിൽക്കൽ മോശയുടെയും പുരോഹിതൻ എലിയാസറിൻ്റെയും നേതാക്കന്മാരുടെയും സമൂഹം മുഴുവൻ്റെയും മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു: ഞങ്ങളുടെ പിതാവ് മരുഭൂമിയിൽ വെച്ച് മരിച്ചു. കർത്താവിനെതിരായി ഒരുമിച്ച കൂട്ടത്തിനിടയിൽ, അതായത് കോറഹിൻ്റെ കൂട്ടത്തിൽ അവൻ ഉണ്ടായിരുന്നില്ല. എങ്കിലും സ്വന്തം പാപം നിമിത്തം അവൻ മരിച്ചു. അവന് പുത്രന്മാർ ഉണ്ടായിരുന്നില്ല. പുത്രനില്ലാത്തതിനാൽ ഞങ്ങളുടെ പിതാവിൻ്റെ നാമം അവൻ്റെ കുടുംബത്തിനിടയിൽ നിന്ന് നിർമൂലമായി പോകുന്നതെന്തിന്? ഞങ്ങളുടെ പിതാവിൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് അവകാശം നൽകുക. മോശ അവരുടെ ന്യായവാദം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു. കർത്താവ് മോശയോട് ഇപ്രകാരം അരുളി ചെയ്തു: സെലോഫഹാദിൻ്റെ പുത്രിമാർ വാദിക്കുന്നത് ശരിയാണ്. അവരുടെ പിതൃ സഹോദരന്മാരുടെ ഇടയിൽ നീ അവർക്ക് കൈവശ വസ്തുവിനുള്ള അവകാശം തീർച്ചയായും നൽകണം. അങ്ങനെ നീ അവർക്ക് തങ്ങളുടെ പിതാവിൻ്റെ അവകാശം കൈമാറാനിടയാക്കണം. നീ ഇസ്രായേല്യരോട് ഇപ്രകാരം പ്രഖ്യാപിക്കണം: ഒരുവൻ പുത്രനില്ലാതിരിക്കെ മരിച്ചാൽ അവൻ്റെ അവകാശം നിങ്ങൾ അവൻ്റെ പുത്രിക്ക് കൈമാറാനിടയാകണം. അവന് പുത്രിയുമില്ലെങ്കിൽ അവൻ്റെ അവകാശം നിങ്ങൾ അവൻ്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന് സഹോദരന്മാരുമില്ലെങ്കിൽ അവൻ്റെ അവകാശം അവൻ്റെ പിതൃ സഹോദരന്മാർക്ക് കൊടുക്കണം. അവൻ്റെ പിതാവിന് സഹോദരന്മാരില്ലെങ്കിൽ നിങ്ങൾ അവൻ്റെ അവകാശം അവൻ്റെ കുടുംബത്തിൽ നിന്നുള്ള അടുത്ത ബന്ധുവിന് കൊടുക്കണം. അവനിത് അവകാശപ്പെടുത്തണം. ഇത് ഇസ്രായേല്യർക്ക് ന്യായപ്രമാണ ചട്ടമായിരിക്കും. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. ജോഷുവ മോശയുടെ പിൻഗാമി. കർത്താവ് മോശയോട് അരുളി ചെയ്തു: ഈ അബാറിം മലയിലേക്ക് കയറി ഞാൻ ഇസ്രായേല്യർക്ക് നൽകുന്ന ദേശം കണ്ടുകൊള്ളുക. അത് കണ്ടു കഴിയുമ്പോൾ നീയും നിൻ്റെ ജനങ്ങളോട് ചേരും, നിൻ്റെ സഹോദരൻ അഹ്റോൻ ചേർന്ന പോലെ തന്നെ. കാരണം സിൻ മരുഭൂമിയിൽ ജലാശയത്തിങ്കൽ സമൂഹത്തിൻ്റെ കലഹനേരത്ത് അവരുടെ കൺമുമ്പാകെ എൻ്റെ വിശുദ്ധി പ്രകടമാക്കാനുള്ള എൻ്റെ നിർദ്ദേശം നിങ്ങൾ മറുതലിച്ചു. അതാണ് സിൻ മരുഭൂമിയിലെ കാദേശ് മെരീബ ജലം. മോശ കർത്താവിനോട് ഇപ്രകാരം അഭ്യർത്ഥിച്ചു: ഓരോ ശരീരിയുടെയും ചൈതന്യത്തിൻ്റെ ദൈവമായ കർത്താവ് സമൂഹത്തിൻ്റെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ. അവൻ അവർക്ക് മുമ്പേ പുറപ്പെടുകയും അവർക്ക് മുമ്പേ പോവുകയും അവരെ പുറത്തു കൊണ്ടുവരികയും അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ കർത്താവിൻ്റെ സമൂഹം തങ്ങൾക്ക് ഇടയനില്ലാത്ത ആട്ടിൻപറ്റത്തെ പോലെ ആകാതിരിക്കട്ടെ.
കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നൂനിൻ്റെ മകനെ, തന്നിൽ ചൈതന്യം കുടികൊള്ളുന്നവനായ ജോഷുവയെ സ്വീകരിച്ച് അവൻ്റെ മേൽ നിൻ്റെ കൈവയ്ക്കുക. പുരോഹിതനായ എലയാസറിൻ്റെ മുമ്പിലും സമൂഹം മുഴുവൻ്റെ മുമ്പിലും അവനെ നിർത്തി അവരുടെ കൺമുമ്പാകെ നീ അവനെ നിയമിക്കണം. ഇസ്രായേലിലെ സമൂഹം മുഴുവൻ അനുസരിക്കേണ്ടതിന് നിൻ്റെ തേജസ്സിൽ കുറച്ച് അവന് നൽകണം. അവൻ പുരോഹിതനായ എലയാസറിൻ്റെ മുമ്പിൽ നിൽക്കണം. അയാൾ കർത്താവിൻ്റെ മുമ്പിൽ അവനു വേണ്ടി ഉറീം വഴിയുള്ള തീരുമാനം തിരക്കണം. അയാളുടെ വാക്കനുസരിച്ചാണ് അവർ പുറപ്പെടേണ്ടത്. അവനും അവനോടൊപ്പം ഇസ്രായേല്യർ മുഴുവനും സമൂഹമൊന്നാകെ അയാളുടെ വാക്കനുസരിച്ച് പോകണം. കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു. അവർ ജോഷുവയെ സ്വീകരിച്ച് പുരോഹിതനായ എലയാസറിൻ്റെ മുമ്പിലും സമൂഹം മുഴുവൻ്റെയും മുമ്പിലും നിർത്തി. അവൻ തൻ്റെ കരങ്ങൾ അവൻ്റെ മേൽ വെച്ച് അവനെ നിയോഗിച്ചു, കർത്താവ് മോശ വഴി പ്രസ്താവിച്ചതുപോലെ തന്നെ. സംഖ്യയുടെ പുസ്തകം 28-ാം അധ്യായം. ബലികളും ഉത്സവങ്ങളും. കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു, നീ ഇസ്രായേല്യരോട് കൽപ്പിച്ചു പറയുക, എൻ്റെ കാണിക്കയായ അപ്പം സുരഭില പരിമളമായി അഗ്നിയിലുള്ള അർപ്പണമായി യഥാസമയം നിനക്ക് അർപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നീ അവരോട് പറയണം, ഇതാണ് നിങ്ങൾ കർത്താവിന് നൽകേണ്ട അഗ്നിയിലുള്ള അർപ്പണം. പതിവുള്ള അനുദിന ഹോമയാഗമായി 1 വയസ്സുള്ള തികവുറ്റ 2 ആൺചെമ്മരിയാടുകൾ. ഒരു ആൺചെമ്മരിയാടിനെ നിങ്ങൾ രാവിലെ അർപ്പിക്കണം. രണ്ടാമത്തെ ആൺചെമ്മരിയാടിനെ സായം സന്ധ്യയിൽ അർപ്പിക്കണം. ധാന്യയാഗമായി 4-1 ഹിൻ ആട്ടിയ എണ്ണ ചേർത്ത 10-1 എഫ നേരിയ മാവും വേണം. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമായി ആയിരുന്നല്ലോ സിനായ് മലയിൽ വിഭാവനം ചെയ്യപ്പെട്ട അനുദിന ഹോമയാഗം. ഒരു ചെമ്മരിയാടിന് അതിൻ്റെ പാനീയാർപ്പണം 4-1 ഹിന്നാണ്. കർത്താവിനുള്ള ലഹരി പാനീയത്തിൻ്റെ പാനീയാർപ്പണം വിശുദ്ധ സ്ഥലത്ത് നീ ഒഴിക്കുക. രണ്ടാമത്തെ ചെമ്മരിയാടിനെ സായം സന്ധ്യയിൽ അർപ്പിക്കണം. രാവിലത്തെ ധാന്യയാഗം പോലെയും അതിൻ്റെ പാനീയാർപ്പണം പോലെയുമാണ് കർത്താവിനുള്ള അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം നീ സമർപ്പിക്കേണ്ടത്. സാബത്ത് ദിവസം 1 വയസ്സുള്ള തികവുറ്റ 2 ആൺചെമ്മരിയാടുകളും ധാന്യയാഗമായി എണ്ണ ചേർത്ത 2 ഇസ്രോൺ നേരിയ മാവും അതിൻ്റെ പാനീയയാഗവും ഉണ്ടായിരിക്കണം. അനുദിന ഹോമയാഗത്തിനും അതിൻ്റെ പാനീയ സമർപ്പണത്തിനും പുറമേയാണ് ഓരോ സാബത്തിലുമുള്ള സാബത്ത് ഹോമയാഗം. നിങ്ങളുടെ അമാവാസികളിൽ കർത്താവിന് ഹോമയാഗമായി 2 മൂരിക്കിടാങ്ങൾ, 1 മുട്ടാട്, 1 വയസ്സുള്ള തികവുറ്റ 7 ആൺചെമ്മരിയാടുകൾ എന്നിവ നിങ്ങൾ അർപ്പിക്കണം. മൂരി 1-ന് ധാന്യയാഗമായി എണ്ണ ചേർത്ത 3 ഇസ്രോൻ നേരിയ മാവും, മുട്ടാട് 1-ന് ധാന്യയാഗമായി എണ്ണ ചേർത്ത 2 ഇസ്രോൻ നേരിയ മാവും, ആൺചെമ്മരിയാട് 1-ന് ധാന്യയാഗമായി എണ്ണ ചേർത്ത 1 ഇസ്രോൺ വീതം നേരിയ മാവും വേണം. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില ധൂപാർപ്പണമായ ഹോമയാഗം. മൂരിക്ക് 1/2 ഹിൻ, മുട്ടാടിന് 3-1 ഹിൻ, ആൺചെമ്മരിയാടിന് 4-1 ഹിൻ എന്നിങ്ങനെയായിരിക്കണം അവയുടെ പാനീയ ബലിയായുള്ള വീഞ്ഞ്. വർഷത്തിൻ്റെ മാസങ്ങൾക്ക് ഉള്ള പ്രതിമാസ ഹോമയാഗമാണിത്. അനുദിന ഹോമയാഗത്തിനും അതിൻ്റെ പാനീയാർപ്പണത്തിനും പുറമെ കർത്താവിനുള്ള പാപമുക്തിയാഗമായി 1 കോലാട്ടിൻ മുട്ടൻ അർപ്പിക്കപ്പെടണം. ആദ്യ മാസത്തിൻ്റെ 14-ാം ദിവസത്തിലാണ് കർത്താവിൻ്റെ പെസഹ. ആ മാസത്തിൻ്റെ 15-ാം ദിവസം ഉത്സവമാണ്. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം നിങ്ങൾ ഭക്ഷിക്കണം. 1-ാം ദിവസം വിശുദ്ധ സ്ഥലത്തെ സമ്മേളനം ഉണ്ടായിരിക്കണം. ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത്. കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണം 2 മൂരിക്കിടാങ്ങളെയും 1 മുട്ടാടിനെയും ഹോമയാഗമായി കൊണ്ടുവരണം. 1 വയസ്സുള്ള തികവുറ്റ 7 ആൺചെമ്മരിയാടുകളും നിങ്ങൾക്കുണ്ടായിരിക്കണം. അവയുടെ ധാന്യയാഗമായി മൂരി 1-ന് എണ്ണ ചേർത്ത നേരിയ മാവ് 3 ഇസ്രോൻ, മുട്ടാട് 1-ന് 2 ഇസ്രോൻ, ആൺചെമ്മരിയാട് 1-ന് 7 ആൺചെമ്മരിയാടുകൾ 1 ഇസ്രോൻ എന്നിവയും നിങ്ങളെ പ്രതി പരിഹാരം ചെയ്യാൻ പാപമുക്തിയാഗത്തിനുള്ള 1 മുട്ടാടും അനുദിന ഹോമയാഗത്തിനുള്ള പ്രഭാത ഹോമയാഗത്തിന് പുറമെ നിങ്ങൾ അർപ്പിക്കണം. ഓരോ ദിവസവും ഇതുപോലെ തന്നെ കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളത്തിൻ്റെ ഭോജനാർപ്പണം 7 ദിവസത്തേക്ക് നിങ്ങൾ നടത്തണം. അനുദിന ഹോമയാഗത്തിന് പുറമെ അതിൻ്റെ പാനീയാർപ്പണവും നേദിക്കപ്പെടേണ്ടതാണ്. 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സ്ഥലത്തെ സമ്മേളനം ഉണ്ടായിരിക്കണം. ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത്. ആദ്യഫലങ്ങളുടെ ദിവസം നിങ്ങളുടെ ആഴ്ചകളുടെ തിരുനാളിൽ കർത്താവിന് നിങ്ങൾ പുതുധാന്യയാഗം സമർപ്പിക്കുമ്പോൾ
നിങ്ങൾക്ക് വിശുദ്ധ സ്ഥലത്ത് സമ്മേളനം ഉണ്ടായിരിക്കണം. ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത്. കർത്താവിന് സുരഭില പരിമളത്തിനുള്ള ഹോമയാഗമായി 2 മൂരിക്കിടാങ്ങളെയും 1 മുട്ടാടിനെയും 1 വയസ്സുള്ള 7 ആൺചെമ്മരിയാടുകളെയും നിങ്ങൾ കാഴ്ചവെക്കണം. അവയുടെ ധാന്യയാഗമായി മൂരിയൊന്നിന് എണ്ണ ചേർത്ത നേരിയ മാവ് 3 സ്രോൻ, മുട്ടാടൊന്നിന് 2 സ്രോൻ, ആൺചെമ്മരിയാടൊന്നിന് 7 ആൺചെമ്മരിയാടുകൾ 1 സ്രോൻ എന്നിവയും നിങ്ങളെ പ്രതി പരിഹാരം ചെയ്യാൻ 1 കോലാട്ടിൻ മുട്ടനും വേണം. അവ നിങ്ങൾക്ക് തികവുറ്റതായിരിക്കണം. അനുദിന ഹോമയാഗത്തിനും അതിൻ്റെ ധാന്യയാഗത്തിനും പുറമെ അവയുടെ പാനീയാർപ്പണവും നിങ്ങൾ നേദിക്കണം. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം. അനുഗ്രഹ പ്രഖ്യാപനങ്ങൾ. നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം നീ പൂർണ്ണമായും ശ്രവിച്ച് ഇന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം ജാഗ്രതയോടെ അനുഷ്ഠിക്കുമെങ്കിൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ ഭൂമിയിലെ എല്ലാ ജനതകളുടെയും മേൽ ഉന്നതനായി സ്ഥാപിക്കും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം നീ ശ്രവിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ വന്ന് നിന്നെ ചൂഴ്ന്നു നിൽക്കും. നഗരത്തിൽ നീ അനുഗ്രഹീതനായിരിക്കും, വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ ഉദരഫലവും നിന്റെ ഭൂമിയുടെ വിളവും നിന്റെ മൃഗസമ്പത്തായ കാലിൻകൂട്ടത്തിൻ്റെ കിടാക്കളും ആട്ടിൻപറ്റത്തിൻ്റെ കുഞ്ഞുങ്ങളും അനുഗ്രഹീതമാകും. നിന്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന പാത്രവും അനുഗ്രഹീതമാകും. നീ അകത്തു വരുമ്പോൾ അനുഗ്രഹീതനായിരിക്കും, പുറത്തു പോകുമ്പോഴും അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ ഉയരുന്ന നിന്റെ ശത്രുക്കളെ കർത്താവ് നിന്റെ മുമ്പിൽ പരാജിതരാക്കി തരും. നിനക്കെതിരെ അവർ 1 വഴിയിലൂടെ പുറപ്പെട്ടു വരും, നിന്റെ മുമ്പിൽ അവർ 7 വഴികളിലൂടെ പലായനം ചെയ്യും. നിന്നോടൊപ്പം നിന്റെ കളപ്പുരകളിലും നിന്റെ സകല പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം ഏർപ്പാടാക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗങ്ങളിൽ നീ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശബ്ദം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ അവിടുത്തെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നിന്റെ മേൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ ഭൂമിയിലെ സകല ജനങ്ങളും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് കർത്താവ് ശബ്ദം ചെയ്തിട്ടുള്ള മണ്ണിൽ നിന്റെ ഉദരഫലത്തിലും മൃഗസമ്പത്തിലും നിലത്തിൻ്റെ വിളവിലും ഐശ്വര്യത്തിനായി കർത്താവ് നിന്നെ സമ്പന്നനാക്കും. നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ നൽകുന്നതിനും നിന്റെ കരവേല മുഴുവനെയും അനുഗ്രഹിക്കുന്നതിനുമായി കർത്താവ് തൻ്റെ ഐശ്വര്യ സംഭരണിയായ ആകാശം നിനക്കായി തുറക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, എന്നാൽ നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. ജാഗ്രതയോടെ അനുഷ്ഠിക്കുന്നതിനായി ഇന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ചാൽ കർത്താവ് നിന്നെ അണിയായല്ല നേതാവായി സ്ഥാപിക്കും. നിനക്ക് ഉദ്ഗതി മാത്രമായിരിക്കും, അധോഗതി ഉണ്ടായിരിക്കുകയില്ല. ഞാൻ ഇന്ന് നിങ്ങളെ അനുശാസിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്നൊന്നും അന്യദേവന്മാരെ അനുഗമിച്ച് അവരെ സേവിക്കാനായി നീ ഇടംവലം വ്യതിചലിക്കരുത്. അനുസരണക്കേടിന് ശിക്ഷ. ഇന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും കാത്തുപാലിക്കാനുള്ള അവിടുത്തെ സ്വരം നീ അനുസരിക്കാതിരുന്നാൽ ഈ ശാപങ്ങളെല്ലാം നിന്റെ മേൽ വന്നുകൂടും. നഗരത്തിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും, വയലിലും നീ ശപിക്കപ്പെട്ടവനായിരിക്കും. നിന്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന പാത്രവും ശപിക്കപ്പെട്ടതായിരിക്കും. നിന്റെ ഉദരഫലവും നിന്റെ ഭൂമിയുടെ വിളവും കാലിക്കിടാങ്ങളും ആട്ടിൻകുട്ടികളും ശപിക്കപ്പെട്ടതായിരിക്കും. നീ അകത്തു വരുമ്പോൾ ശപിക്കപ്പെട്ടവനായിരിക്കും, പുറത്തു പോകുമ്പോഴും ശപിക്കപ്പെട്ടവനായിരിക്കും. നിന്റെ ദുഷ്കൃത്യങ്ങൾ മൂലം നീ എന്നെ ഉപേക്ഷിച്ചതിനാൽ നീ വേഗത്തിൽ നശിച്ച് ഇല്ലാതാകുന്നതുവരെ നിനക്കെതിരെ നീ ചെയ്യുന്ന എല്ലാ പ്രയത്നങ്ങൾക്കും എതിരെ കർത്താവ് ശാപവും ക്ലേശവും ശകാരവും അയക്കും. നീ കൈവശപ്പെടുത്താൻ പോകുന്ന നാട്ടിൽ നിന്ന് ബാധ നിന്നെ ഇല്ലാതാക്കും വരെ കർത്താവ് അത് നിന്നോട് ചേർത്ത് നിർത്തും. ക്ഷയം, പനി, വീക്കം, അത്യുഷ്ണം, വാൾ, വരൾച്ച, പൂപ്പൽ എന്നിവ കൊണ്ട് കർത്താവ് നിന്നെ പ്രഹരിക്കും. നീ നശിക്കുന്നതുവരെ ഇവ നിന്നെ വേട്ടയാടും. നിന്റെ തലയ്ക്ക് മീതെയുള്ള ആകാശം പിച്ചളയും താഴെയുള്ള ഭൂമി ഇരുമ്പുമാകും. നിന്റെ ദേശത്തു നിന്നുള്ള മഴ കർത്താവ് പൊടിയായും പൂഴിയായും വർഷിക്കും. നീ നശിക്കും വരെ ആകാശത്തു നിന്ന് അത് നിന്റെ മേൽ നിപതിക്കും. നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ കർത്താവ് നിന്നെ പരാജിതനാക്കും. 1 വഴിയിലൂടെ നീ അവനെതിരായി ചെല്ലും, 7 വഴികളിലൂടെ നീ അവൻ്റെ മുമ്പിൽ പിന്തിരിഞ്ഞോടും. ഭൂമിയിലെ എല്ലാ രാജ്യങ്ങൾക്കും നീ ഒരു വിമത്സ വസ്തുവായിത്തീരും. നിന്റെ ശവം ആകാശത്തിലെ സകല പക്ഷികൾക്കും ഭൂമിയിലെ ജന്തുക്കൾക്കും ഭക്ഷണമായിത്തീരും. അവയെ ആട്ടിപ്പായിക്കാൻ
ആരുമുണ്ടാവുകയില്ല. ഈജിപ്തുകാരുടെ പരുക്കളും കുരുക്കളും ചൊറിയും ചിരങ്ങും കൊണ്ട് കർത്താവ് നിന്നെ പ്രഹരിക്കും. സുഖപ്രാപ്തി നിനക്ക് അസാധ്യമായി തരും. ഭ്രാന്തും അന്ധതയും ചിത്തഭ്രമവും കൊണ്ട് കർത്താവ് നിന്നെ പ്രഹരിക്കും. കുരുടൻ കൂരിരുട്ടിൽ തടയുന്നതുപോലെ നീ മധ്യാഹ്നത്തിൽ തപ്പിത്തടയുന്നവനാകും. നിന്റെ വഴികൾ നീ വിജയത്തിലെത്തിക്കുകയില്ല. എക്കാലവും നീ മർദ്ദിതനും ചൂഷിതനുമായിരിക്കും. രക്ഷകനായി ആരുമുണ്ടാകില്ല. നീ ഒരു സ്ത്രീയെ പ്രതിശ്രുത വധുവാക്കും, എന്നാൽ മറ്റൊരുവൻ അവളെ ബലാത്സംഗം ചെയ്യും. നീ വീട് പണിയും, എന്നാൽ അതിൽ വസിക്കുകയില്ല. നീ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കും, എന്നാൽ നീ അത് അനുഭവിക്കുകയില്ല. നിന്റെ കാള നിന്റെ കൺമുമ്പിൽ അറക്കപ്പെടും, എന്നാൽ നീ അതിലൽപ്പവും ഭക്ഷിക്കുകയില്ല. നിന്റെ കഴുത നിന്റെ മുമ്പിൽ നിന്ന് തട്ടിയെടുക്കപ്പെടും, അത് നിന്റെ പക്കൽ തിരിച്ചെത്തില്ല. നിന്റെ ആടുകൾ നിന്റെ ശത്രുക്കൾക്ക് നൽകപ്പെടും, നിനക്ക് രക്ഷകനായി ആരുമുണ്ടാകില്ല. നിന്റെ പുത്രീപുത്രന്മാർ അന്യജനത്തിന് നൽകപ്പെടും. ദിവസം മുഴുവൻ നിന്റെ കണ്ണുകൾ അവരെ നോക്കിയിരുന്ന് തളരും. നിന്റെ കരം അശക്തമായിരിക്കും. നിന്റെ നിലത്തിൻ്റെ വിളവും നിന്റെ സകല അധ്വാനവും നീ അറിയാത്ത ജനത ഭക്ഷിക്കും. നീ എക്കാലവും മർദ്ദിതനും പീഡിതനും തന്നെയായിരിക്കും. നിന്റെ നയനങ്ങളാൽ നീ കാണുന്ന ദൃശ്യം മൂലം നീ ഭ്രാന്തനാകും. നിന്റെ കാൽമുട്ടുകളിലും തുടകളിലും നിനക്ക് സുഖപ്പെടുത്താനാകാത്ത രൂക്ഷമായ പരുകൊണ്ട് കർത്താവ് നിന്നെ ആപാതചൂടം പ്രഹരിക്കും. നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജനതയുടെ അടുത്തേക്ക് നിന്നെയും നിന്റെ മേൽ നീ അവരോധിക്കുന്ന നിന്റെ രാജാവിനെയും കർത്താവ് നടത്തിക്കും. അവിടെ നീ കല്ലും തടിയുമായ അന്യദേവന്മാരെ സേവിക്കും. കർത്താവ് നിന്നെ കൊണ്ടെത്തിക്കുന്നതിനിടത്തെ സകല ജനതകളുടെയും ഇടയിൽ നീ പഴഞ്ചൊല്ലും പരിഹാസവും സംഭീതിയുമായി തീരും. നീ വയലിൽ ധാരാളം വിത്തിറക്കും, എന്നാൽ കുറച്ചേ ശേഖരിക്കുകയുള്ളൂ. എന്തെന്നാൽ വെട്ടുക്കിളി അവ തിന്നൊടുക്കും. നീ മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അധ്വാനിക്കുകയും ചെയ്യും, എന്നാൽ വീഞ്ഞ് നീ കുടിക്കുകയില്ല, ശേഖരിക്കുകയുമില്ല. കാരണം പുഴു അത് തിന്നൊടുക്കും. നിന്റെ പ്രദേശം മുഴുവനിലും നിനക്ക് ഒലിവുകളുണ്ടായിരിക്കും, എന്നാൽ ഒലിവുകായ കൊഴിഞ്ഞു പോകുകയാൽ എണ്ണ നീ പുരട്ടുകയില്ല. നീ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കും, എങ്കിലും അവർ നിനക്കുള്ളതായിരിക്കുകയില്ല. അവർ തടവിലേക്ക് പോകും. നിന്റെ സകല വൃക്ഷവും ഭൂമിയുടെ വിളവും വെട്ടുക്കിളി സ്വന്തമാക്കും. നിന്റെ മധ്യയുള്ള പ്രവാസി നിനക്കുമേൽ പടിപടിയായി ഉയരും. നീയാകട്ടെ അടിക്കടി താഴും. അവൻ നിനക്ക് കടം തരും, അവന് കടം കൊടുക്കാൻ നിനക്കാവില്ല. അവൻ അധിപനായിത്തീരും, നീ അധീനനായി മാറും. നീ നാശമടയുന്നതുവരെ ഈ ശാപങ്ങളെല്ലാം നിന്റെ മേൽ വന്ന് നിന്നെ പിന്തുടർന്ന് കീഴടക്കും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ച അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കേണ്ടതിന് അവിടുത്തെ സ്വരം നീ അനുസരിച്ചില്ല. ഇവ നിനക്കെതിരെയും നിന്റെ സന്തതിക്കെതിരെയും എന്നേക്കുമുള്ള അടയാളവും അത്ഭുതവുമായി തീരും. എല്ലാറ്റിൻ്റെയും സമൃദ്ധിയിൽ നിന്ന് നീ നിന്റെ ദൈവമായ കർത്താവിനെ സന്തോഷത്തിലും ഹൃദയനന്മയിലും ശുശ്രൂഷിക്കാത്തതിന് പകരമായി വിശപ്പിലും ദാഹത്തിലും നഗ്നതയിലും എല്ലാറ്റിൻ്റെയും ദാരിദ്ര്യത്തിലും കർത്താവ് നിനക്കെതിരെ അയക്കുന്ന നിന്റെ ശത്രുക്കളെ നീ സേവിക്കും. ഇരുമ്പുനുകം നിന്നെ നശിപ്പിക്കുന്നതുവരെ അവിടുന്ന് അത് നിന്റെ കഴുത്തിൽ വയ്ക്കും. വിദൂരത്തു നിന്ന് ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് കർത്താവ് നിനക്കെതിരായി ഒരു ജനതയെ കഴുകൻ പറക്കുന്നത് പോലെ ഉയർത്തും. ആ ജനതയുടെ ഭാഷ നീ ഗ്രഹിക്കുകയില്ല. വൃദ്ധനെ ആദരിക്കുകയോ ബാലനോട് അനുകമ്പ കാണിക്കുകയോ ചെയ്യാത്ത ക്രൂരമുഖമുള്ള ഒരു ജനതയായിരിക്കും അത്. നീ നാശമടയും വരെ നിന്റെ മൃഗസമ്പത്തും ഭൂമിയുടെ വിളവും അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കും. നിന്നെ നശിപ്പിക്കുന്നതുവരെ അവർ ധാന്യമോ പുതുവീഞ്ഞോ എണ്ണയോ കാലിക്കിടാങ്ങളെയോ ആട്ടിൻകുട്ടികളെയോ നിനക്ക് വേണ്ടി അവശേഷിപ്പിക്കുകയില്ല. നിന്റെ ദേശത്തെല്ലാം നീ വിശ്വാസമർപ്പിച്ചിരുന്ന ഉന്നതങ്ങളും അപ്രാപ്യങ്ങളുമായ മതിലുകൾ തകർന്നു വീഴുന്നതുവരെ നിന്റെ പട്ടണങ്ങളിലെല്ലാം അവർ നിന്നെ ഞെരുക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന എല്ലാ പട്ടണങ്ങളിലും അവർ നിന്നെ ഞെരുക്കും. നിന്റെ ശത്രു ഉപരോധം വഴിയും ഉപദ്രവം മൂലവും നിന്നെ ക്ലേശിപ്പിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തന്ന നിന്റെ ഉദരഫലമായ പുത്രീപുത്രന്മാരുടെ മാംസം നീ ഭക്ഷിക്കും. നിന്റെ മധ്യയുള്ള ഒരുവൻ ആർദ്രനും അതിമൃദുലനുമാണെങ്കിലും നിന്റെ സഹോദരനും പ്രിയതമയ്ക്കും തൻ്റെ ശേഷിച്ച മക്കൾക്കും നേരെ അയാളുടെ കണ്ണ് നീചമായിരിക്കുന്നത് മൂലം താൻ ഭക്ഷിക്കുന്ന തൻ്റെ മക്കളുടെ മാംസത്തിൽ നിന്ന് അവരിലാർക്കും അവൻ നൽകുകയില്ല. എന്തെന്നാൽ അവന് ഒന്നും ശേഷിക്കാത്ത വിധം
നിന്റെ സകല കവാടങ്ങളിലും ഉപരോധം വഴിയും ഉപദ്രവം വഴിയും ശത്രു നിന്നെ ക്ലേശിപ്പിക്കും. നിന്റെ മധ്യേ അനുകമ്പയും ആർദ്രതയും മൂലം ഉള്ള ഉള്ളംകാലുകൾ കൊണ്ട് നിലത്ത് തൊടാൻ പോലും മുതിരാത്ത മൃദുലയും ആർദ്രതയുമായവളുടെ കണ്ണ് തൻ്റെ പ്രിയതമനും പുത്രീപുത്രന്മാർക്കും നേരെ നീചമായി വർത്തിക്കും. അവളുടെ ഉരുക്കൾക്കിടയിൽ നിന്ന് പുറത്തു വരുന്ന മറുപിള്ളയ്ക്കും അവൾ പ്രസവിക്കുന്ന സന്താനങ്ങൾക്കും നേരെ പോലും അവൾ അപ്രകാരം ചെയ്യും. എന്തെന്നാൽ നിന്റെ കവാടങ്ങളിൽ ശത്രു നിന്നെ ക്ലേശിപ്പിക്കുന്ന ഉപരോധവും ഉപദ്രവവും കൊണ്ട് തീവ്ര ദുർഭിക്ഷത്താൽ അവ രഹസ്യത്തിൽ ഭക്ഷിക്കും. നിന്റെ ദൈവമായ കർത്താവിനെ മഹത്വപൂർണവും ഭീതിതവുമായ ഈ നാമത്തെ നീ ഭയപ്പെടുന്നതിനായി ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഈ നിയമവചനങ്ങളെല്ലാം അനുഷ്ഠിക്കാൻ നീ ശ്രദ്ധിക്കാതിരുന്നാൽ കർത്താവ് നിന്റെ പീഡകളും നിന്റെ സന്തതിയുടെ പീഡകളും വലിയ തീരാവ്യാധികളായും ഗൗരവമായ മാറാരോഗങ്ങളായും അചിന്തനീയമായിരിക്കും. നിനക്ക് ഭയകാരണമായിരുന്ന ഈജിപ്തിൻ്റെ ബാധയെല്ലാം അവിടുന്ന് നിന്നിലേക്ക് തിരിച്ചുവിടും. അവ നിന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കും. കൂടാതെ ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗങ്ങളും വ്യാധികളും നീ നാശമടയും വരെ കർത്താവ് നിന്റെ മേൽ വരുത്തും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം നീ ശ്രവിക്കാതിരുന്നാൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അസംഖ്യമായിരുന്ന നിങ്ങൾ ചുരുക്കം പേരായി അവശേഷിക്കും. നിങ്ങൾക്ക് നന്മയുളവാക്കുന്നതിലും നിങ്ങളെ വർദ്ധിപ്പിക്കുന്നതിലും കർത്താവ് സന്തോഷിച്ചതുപോലെ നിങ്ങളെ നശിപ്പിച്ച് ഇല്ലാതാക്കുന്നതിലും കർത്താവ് സന്തോഷിക്കും. നീ കൈവശപ്പെടുത്താൻ പോകുന്ന നാട്ടിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ പിഴുതെറിയും. ഭൂമിയുടെ ഒരറ്റം മുതൽ ഭൂമിയുടെ മറ്റേ അറ്റം വരെ സകല ജനപദങ്ങളുടെയും ഇടയിൽ കർത്താവ് നിന്നെ ചിതറിക്കും. അവിടെ നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത കല്ലും തടിയുമായ അന്യദേവന്മാരെ നീ സേവിക്കും. ആ ജനതകളുടെ ഇടയിൽ നിന്റെ മിഴി ചിമ്മുകയോ നിന്റെ ഉള്ളംകാലിന് വിശ്രമമുണ്ടാവുകയോ ഇല്ല. അവിടുന്ന് കർത്താവ് നിനക്ക് ചകിതമായ ഹൃദയവും മങ്ങിയ കണ്ണുകളും തകർന്ന മനസ്സും നൽകും. നിന്റെ മുമ്പാകെ നിന്റെ ആയുസ് ആടിയുലയും. രാവും പകലും നീ സംഭീതനായിരിക്കും. നിന്റെ ജീവിതത്തിൽ നീ സുരക്ഷിതത്വം അനുഭവിക്കുകയില്ല. നിന്റെ ഹൃദയഭീതിയും നിന്റെ നയനങ്ങളാൽ നീ കാണുന്ന ദൃശ്യവും നിമിത്തം പ്രഭാതത്തിൽ നീ പറയും സന്ധ്യയായിരുന്നെങ്കിൽ, സന്ധ്യയിൽ നീ പറയും പ്രഭാതമായിരുന്നെങ്കിൽ. നീ കാണാൻ വീണ്ടും തുനിയരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്ന മാർഗത്തിലൂടെ കർത്താവ് നിന്നെ ഈജിപ്തിലേക്ക് കപ്പലുകളിൽ തിരികെ കൊണ്ടുപോകും. അവിടെ നിങ്ങളുടെ ശത്രുക്കൾക്ക് ദാസന്മാരും പരിചാരികമാരുമായി നിങ്ങളെ തന്നെ വിൽക്കും. എന്നാൽ വാങ്ങാൻ ആരും ഉണ്ടാവുകയില്ല. ഹോറബിൽ വെച്ച് ഇസ്രായേല്യരുമായി കർത്താവ് ചെയ്ത ഉടമ്പടിക്ക് പുറമെ മോവാബ് നാട്ടിൽ വെച്ച് അവരുമായി ചെയ്യാൻ മോശയെ അവിടുന്ന് അനുശാസിച്ച ഉടമ്പടിയുടെ വാക്കുകളാണിവ. സങ്കീർത്തനം 112. ദൈവഭക്തൻ്റെ സന്തോഷം. ഹല്ലേലൂയ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. അവിടുത്തെ കൽപ്പനകളിൽ അവൻ ഏറെ ഉത്സുകനാണ്. അവൻ്റെ സന്തതി ഭൂമിയിൽ കരുത്തനായിരിക്കും. സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. അവൻ്റെ ഭവനത്തിൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടായിരിക്കും. അവൻ്റെ നീതി നിത്യം നിലനിൽക്കുന്നു. ദയാലുവും ആർദ്രനും നീതിമാനുമായ അവൻ സത്യസന്ധർക്ക് പ്രകാശമായി അന്ധകാരത്തിൽ ഉദിക്കുന്നു. ദയ കാണിക്കുകയും വായ്പ കൊടുക്കുകയും ചെയ്യുന്നവൻ ഉത്തമൻ. അവൻ തൻ്റെ കാര്യങ്ങൾ ന്യായപൂർവ്വം കൈകാര്യം ചെയ്യുന്നു. തീർച്ചയായും അവൻ ഒരിക്കലും ഇളകുകയില്ല. നീതിമാൻ നിത്യസ്മരണാർഹൻ ആയിരിക്കും. അപശ്രുതി മൂലം അവൻ ഭയപ്പെടുകയില്ല. കർത്താവിൽ ആശ്രയിക്കുന്ന അവൻ്റെ ഹൃദയം അചഞ്ചലമാണ്. തൻ്റെ വൈരികളെ വിജയഭാവത്തോടെ നോക്കുന്നതുവരെ അവൻ്റെ തുണയ്ക്കപ്പെട്ട ഹൃദയം ഭയപ്പെടുകയില്ല. അവൻ ദരിദ്രർക്ക് വാരിക്കോരി കൊടുക്കുന്നു. അവൻ്റെ നീതി നിത്യം നിലനിൽക്കുന്നു. അവൻ്റെ അന്തസ്സ് മഹത്വത്തിൽ ഉയർന്നു നിൽക്കും. ദുഷ്ടൻ അത് കണ്ട് കോപിക്കുന്നു. അവൻ പല്ലിറുമേ അശക്തനായിത്തീരുന്നു. ദുഷ്ടരുടെ ആഗ്രഹം നശിക്കും.